ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനു PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 നവംബർ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, 2025 സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപിള്ളയ്ക്കാണ്. 2025 സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് KG ശങ്കരപിള്ള. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അദ്ദേഹത്തിന് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപിള്ളയ്ക്കാണ്. മലയാള സാഹിത്യത്തിന് നൽകിയ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സംസ്ഥാന സർക്കാരിന്റെ 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ രാഘവ വാര്യർ. സംസ്ഥാന സർക്കാരിന്റെ 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ രാഘവ വാര്യറാണ്. വിദ്യാഭ്യാസ മേഖലയിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം എന്നുകൂടി ഓർത്തുവെക്കുക. സംസ്ഥാന സർക്കാരിന്റെ 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ രാഘവ വാര്യർ ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സംസ്ഥാന സർക്കാരിന്റെ 2025 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? PB അനീഷ്, രാജശ്രീ വാര്യർ എന്നിവരാണ്. സംസ്ഥാന സർക്കാരിന്റെ 2025 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായത് PB അനീഷ്, രാജശ്രീ വാര്യർ എന്നിവരാണെന്ന് ഓർത്തുവെക്കുക. കാർഷിക മേഖലയിലെ സംഭാവനകൾക്കാണ് PB അനീഷിന് 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക. അതോടൊപ്പം കലാരംഗത്തെ സംഭാവനകൾക്കാണ് രാജശ്രീ വാര്യർക്ക് 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് എന്നുകൂടി ഓർത്തുവെക്കുക. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ 2025 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായ വ്യക്തികൾ ആരൊക്കെയാണ്? PB അനീഷ്, രാജശ്രീ വാര്യർ. കാർഷിക മേഖലയിലെ സംഭാവനകൾക്കാണ് PB അനീഷിന് 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. കലാരംഗത്തെ സംഭാവനകൾക്കാണ് രാജശ്രീ വാര്യർക്ക് 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സംസ്ഥാന സർക്കാരിന്റെ 2025 കേരളശ്രീ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? ശശികുമാർ, ഷഹൽ ഹസൻ മുസ്ലിയാർ, MK വിമൽ ഗോവിന്ദ്, ജിരുമോൾ മാരിയറ്റ് തോമസ്, അഭിലാഷ് ടോമി. ഓർത്തുവെക്കുക. സംസ്ഥാന സർക്കാരിന്റെ 2025 കേരളശ്രീ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? ശശികുമാർ, ഷഹൽ ഹസൻ മുസ്ലിയാർ, MK വിമൽ ഗോവിന്ദ്, ജിരുമോൾ മാരിയറ്റ് തോമസ്, അഭിലാഷ് ടോമി എന്നിവരാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 ബുക്കർ സമ്മാനത്തിന് അർഹനായ ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരൻ ആരാണ്? ഡേവിഡ് സൊലോയ്. 2025 ബുക്കർ സമ്മാനത്തിന് അർഹനായ ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരനാണ് ഡേവിഡ് സൊലോയ്. അദ്ദേഹത്തിന്റെ ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം. ഓർത്തുവെക്കുക. 2025 ബുക്കർ സമ്മാനത്തിന് അർഹനായ ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരനാണ് ഡേവിഡ് സൊലോയ്. അദ്ദേഹത്തിന്റെ ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 വയലാർ സംഗീത പുരസ്കാരത്തിന് അർഹനായ സംഗീത സംവിധായകൻ ആരാണ്? വിദ്യാധരൻ മാസ്റ്റർ. ഓർത്തുവെക്കുക. 2025 വയലാർ സംഗീത പുരസ്കാരത്തിന് അർഹനായ സംഗീത സംവിധായകനാണ് വിദ്യാധരൻ മാസ്റ്റർ. നെക്സ്റ്റ്, 2025 ശ്രീ ചിത്ര തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഗോകുലം ഗോപാലൻ. 2025 ശ്രീ ചിത്ര തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത് ഗോകുലം ഗോപാലൻ. സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം 2025 ലഭിച്ചത് എന്ന് ഓർക്കുക. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 ശ്രീ ചിത്ര തിരുനാൾ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഗോകുലം ഗോപാലനാണ്. അദ്ദേഹത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ്
ഈ ഒരു പുരസ്കാരം നൽകിയത് എന്നുകൂടി ഓർത്തു വെക്കുക. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ്, 2025 മലയാളമിത്രം പുരസ്കാരം നേടിയ കന്നഡ സാഹിത്യകാരി ആരാണ്? ഡോക്ടർ പാർവതി ജി ഐതൽ. ഓക്കെ, 2025 മലയാളമിത്രം പുരസ്കാരം നേടിയ കന്നഡ സാഹിത്യകാരിയാണ് ഡോക്ടർ പാർവതി ജി ഐതൽ. നെക്സ്റ്റ്, ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന ഭാരത് നെറ്റ് പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ഓക്കെ, ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന ഭാരത് നെറ്റ് പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. നെക്സ്റ്റ്, 2025 74ാമത് വിശ്വസുന്ദരി പട്ടം അഥവാ മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ്? ഫാത്തിമ ബോഷ് ഫെർണാണ്ടസ് ആണ്. ഓക്കെ, ഫാത്തിമ ബോഷ് ഫെർണാണ്ടസ് ആണ്. മെക്സിക്കോ. ഓക്കെ, ഓർത്തു വെക്കുക, മെക്സിക്കോയിൽ നിന്നുള്ള ഫാത്തിമ ബോഷ് ഫെർണാണ്ടസിനാണ് 2025 74ാമത് വിശ്വസുന്ദരി പട്ടം അഥവാ മിസ് യൂണിവേഴ്സ് പട്ടം ലഭിച്ചത് എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമതാവളം ഏതാണ്? ന്യോമ. ഓക്കെ, കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമതാവളമാണ് ന്യോമ എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കിർത്താഡ്സ് ഗോത്രഭാഷാ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വാസുദേവൻ ചീക്കല്ലൂർ. ഓക്കെ, ഓർത്തു വെക്കുക, ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കിർത്താഡ്സ് ഗോത്രഭാഷാ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? വാസുദേവൻ ചീക്കല്ലൂരാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, 2025 കാവാലം സംസ്കൃതിയുടെ 4ാമത് അവനവൻ കടമ്പ പുരസ്കാരത്തിന് അർഹനായ പടയണി ആചാര്യൻ ആരാണ്? പ്രൊഫസർ കടമ്മനിട്ട വാസുദേവൻ പിള്ള. ഓക്കെ, 2025 കാവാലം സംസ്കൃതിയുടെ 4ാമത് അവനവൻ കടമ്പ പുരസ്കാരത്തിന് അർഹനായ പടയണി ആചാര്യൻ ആരാണ്? പ്രൊഫസർ കടമ്മനിട്ട വാസുദേവൻ പിള്ളയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? പാൽക്കുളങ്ങര കെ അംബികാദേവിയാണ്. ഓക്കെ, 2025 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് അർഹയായത് പാൽക്കുളങ്ങര കെ അംബികാദേവിയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാരിന്റെ 2025 പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാൻ രത്ന പുരസ്കാരം ആർക്കാണ് മരണാനന്തരം നൽകിയത്? ആൻസർ പ്രൊഫസർ ജയന്ത് വിഷ്ണു നാർലിക്കർ. ഓക്കെ, ഓർത്തു വെക്കുക, കേന്ദ്ര സർക്കാരിന്റെ 2025 പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാൻ രത്ന പുരസ്കാരം ആർക്കാണ് മരണാനന്തരമായി നൽകിയത്? പ്രൊഫസർ ജയന്ത് വിഷ്ണു നാർലിക്കറിനാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട നടി ആരാണ്? കീർത്തി സുരേഷ്. ഓക്കെ, യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട നടിയാണ് കീർത്തി സുരേഷ്. സെലിബ്രിറ്റി അംബാസഡർ അല്ലെങ്കിൽ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ ആൻസർ കീർത്തി സുരേഷ് ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഒന്നുകിൽ യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട നടി എന്നായിരിക്കും ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട നടി എന്നായിരിക്കും ക്വസ്റ്റ്യൻ. രണ്ടായാലും ആൻസർ എന്താണ്? കീർത്തി സുരേഷ് ആണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? നിതീഷ് കുമാർ. ഓക്കെ, ഓർത്തു വെക്കുക, ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് നിതീഷ് കുമാർ ആണ്. 10ാം തവണയാണ് അദ്ദേഹം ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തു വെക്കുക. ഓക്കെ, ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ആരാണ്? നിതീഷ് കുമാർ ആണ്. അദ്ദേഹം എത്രാം തവണയാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകുന്നത്? 10ാം തവണയാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ രക്ഷിത. ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിത. റെയിൽവേ പോലീസും ലോക്കൽ പോലീസും സംയുക്തമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സ്ത്രീകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, മദ്യപാനം, ലഹരി കടത്ത്, സ്ത്രീകൾക്കെതിരായ അശ്ലീല പെരുമാറ്റം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ തടയുക എന്നിവയൊക്കെയാണ് ഈ ഒരു പദ്ധതി, അതായത് ഓപ്പറേഷൻ രക്ഷിതയുടെ പ്രധാന ലക്ഷ്യം എന്ന് ഇതോടൊപ്പം ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഭാരത് ടാക്സി. ഓക്കെ, ഓർത്തുവെക്കുക, സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത് ടാക്സി.
സ്വകാര്യ ടാക്സി കമ്പനികളുടെ മേധാവിത്വം കുറയ്ക്കുക, ഡ്രൈവർമാരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയൊക്കെയാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് ഓർത്തുവെക്കുക. അപ്പോൾ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഭാരത് ടാക്സി ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 സ്വച്ഛ് സർവേക്ഷൺ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം ഏതാണ്? തമിഴ്നാട്ടിലെ മധുരയാണെന്ന് ഓർത്തുവെക്കുക. 2025 സ്വച്ഛ് സർവേക്ഷൺ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരമാണ് തമിഴ്നാട്ടിലെ മധുര എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, KR ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ സാമൂഹിക പ്രവർത്തക ആരാണ്? അരുണ റോയി ആണ്. ഓക്കെ, KR ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ സാമൂഹിക പ്രവർത്തകയാണ് അരുണ റോയി. നെക്സ്റ്റ്, 6ാമത് ദേശീയ ജല പുരസ്കാരത്തിൽ ജലസംരക്ഷണത്തിൽ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഓക്കെ, ഓർത്തുവെക്കുക. 6ാമത് ദേശീയ ജല പുരസ്കാരത്തിൽ ജലസംരക്ഷണത്തിൽ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാരാഷ്ട്രയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 6ാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം പങ്കിട്ടെടുത്ത കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്ത്. ഓർത്തുവെക്കുക. 6ാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം പങ്കിട്ടെടുത്ത കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്ത്. ആന്ധ്രാപ്രദേശിലെ ദുബ്ബിഗനിപ്പള്ളി ഗ്രാമപഞ്ചായത്തുമായിട്ടാണ് കണ്ണൂരിലെ പായം ഗ്രാമപഞ്ചായത്ത് ഈ പുരസ്കാരം പങ്കിട്ടത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ 6ാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം പങ്കിട്ടെടുത്ത കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്ത്. ആന്ധ്രാപ്രദേശിലെ ദുബ്ബിഗനിപ്പള്ളി ഗ്രാമപഞ്ചായത്തുമായിട്ടാണ് കണ്ണൂരിലെ പായം ഗ്രാമപഞ്ചായത്ത് ഈ പുരസ്കാരം പങ്കിട്ടത്. ഓക്കെ, നെക്സ്റ്റ്, 2025 ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ദക്ഷിണ കൊറിയയിലെ ഗയോങ്ജുലാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, 2025 ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ അഥവാ അപ്പെക് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ദക്ഷിണ കൊറിയയിലെ ഗയോങ്ജുലാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2024 മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ വാർഷിക ട്രോഫിക്ക് അർഹമായത് ഏത് പോലീസ് സ്റ്റേഷനാണ്? ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പോലീസ് സ്റ്റേഷനാണ്. ഓക്കെ, ഓർത്തുവെക്കുക. 2024 മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ വാർഷിക ട്രോഫിക്ക് അർഹമായത് ഏത് പോലീസ് സ്റ്റേഷനാണ്? ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പോലീസ് സ്റ്റേഷനാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാനം ലഭിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരൻ ആരാണ്? സൽമാൻ റുഷ്ദി. ഓക്കെ, ഓർത്തുവെക്കുക. 2025 ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാനം ലഭിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരനാണ് സൽമാൻ റുഷ്ദി. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാർ 8ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷയായി നിയമിച്ച സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി ആരാണ്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. ഓക്കെ, ഓർത്തുവെക്കുക. കേന്ദ്ര സർക്കാർ 8ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷയായി നിയമിച്ച സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിയാണ് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. നെക്സ്റ്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിതനായ മുൻ ചീഫ് സെക്രട്ടറി ആരാണ്? കെ ജയകുമാർ ആണ്. ഓക്കെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിതനായ മുൻ ചീഫ് സെക്രട്ടറിയാണ് കെ ജയകുമാർ. നെക്സ്റ്റ്, അമേരിക്കയിലെ വിർജീനിയ സംസ്ഥാനത്തിലെ ലഫ്റ്റനന്റ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ്? ഗസാല ഹാഷ്മി. ഓർത്തുവെക്കുക. അമേരിക്കയിലെ വിർജീനിയ എന്ന സംസ്ഥാനത്തിലെ ലഫ്റ്റനന്റ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജയാണ് ഗസാല ഹാഷ്മി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ്. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ മികച്ച നടൻ ആരാണ്? മമ്മൂട്ടിയാണ്. ഓക്കെ, മികച്ച നടൻ മമ്മൂട്ടി. പ്രമയുഗം എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. അതുപോലെ മികച്ച നടി ആരാണ്? ഷംല ഹംസ. മികച്ച നടി ഷംല ഹംസ. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിനാണ് ഷംല ഹംസയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് ആണ് മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച സംവിധായകൻ ആരാണ്? ചിദംബരമാണ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് ചിദംബരത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. ഇനി മികച്ച രണ്ടാമത്തെ ചലച്ചിത്രം അല്ലെങ്കിൽ രണ്ടാമത്തെ
രണ്ടാമത്തെ ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമയാണ്. ഓക്കെ, മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ഫാസിൽ മുഹമ്മദ് ആണ്. ഓക്കെ, ഓർത്തുവെക്കുക. ഇനി ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രം ഏതാണ്? പ്രേമലു ആണ്. ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമാണ് പ്രേമലു. സംവിധാനം ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഏഡിയാണ്. ഓക്കെ, ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രം പ്രേമലു. സംവിധായകൻ ആരാണ്? ഗിരീഷ് ഏഡിയാണ്. മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 2 പേർക്കാണ്. ഒന്ന് സൗബിൻ ഷാഹിർ, മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതാണ് സൗബിൻ ഷാഹിറിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ബ്രഹ്മയുഗം എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിന് സിദ്ധാർത്ഥ ഭരതനും ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്, സൗബിൻ ഷാഹിറിനും അതുപോലെ സിദ്ധാർത്ഥ ഭരതനും. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് സൗബിൻ ഷാഹിറിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ബ്രഹ്മയുഗം എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് സിദ്ധാർത്ഥ ഭരതന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ് മികച്ച സ്വഭാവ നടി ആരാണ്? ലിജോമോൾ ജോസ്. നടന്ന സംഭവം എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് ലിജോമോൾ ജോസിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. അതുപോലെ മികച്ച ഛായാഗ്രഹണം ആർക്കാണ്? ഷൈജു ഖാലിദ്. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. ഓക്കെ, മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദാണ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചലച്ചിത്രത്തിലാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ് മികച്ച സംഗീത സംവിധായകൻ ആരാണ്? സുഷിൻ ശ്യാം. ഓക്കെ, മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം. ചിത്രം ബൊഗെയിൻ വില്ല. അതുപോലെ മികച്ച പിന്നണി ഗായകൻ ആരാണ്? KS ഹരിശങ്കർ. ഓക്കെ, ചിത്രം ARM. ഓക്കെ, ഓർത്തുവെക്കുക. മികച്ച പിന്നണി ഗായകൻ KS ഹരിശങ്കർ. ARM എന്ന ചിത്രത്തിലാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. മികച്ച പിന്നണി ഗായിക ആരാണ്? സെബ ടോമിയാണ്. എന്ന ചലച്ചിത്രത്തിലാണ് സെബ ടോമിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ് മികച്ച ഗാനരചയിതാവ് ആരാണ്? ഹിരൺദാസ് മുരളി. വേടൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിനാണ് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചത്. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. ഇനി പ്രത്യേക ജൂറി പരാമർശം ആർക്കൊക്കെയാണ്? ടൊവിനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, അതുപോലെ ദർശന രാജേന്ദ്രൻ എന്നിവർക്കാണ്. ഓക്കെ, പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 4 പേർക്കാണ്. ARM എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിന് ടൊവിനോ തോമസിന്, അതുപോലെ കിഷ്കന്ത കാണ്ഡം എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിന് ആസിഫ് അലിക്കും, ബൊഗെയിൻ വില്ല എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിന് ജ്യോതിർമയിക്കും, പാരഡൈസ് എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിന് ദർശന രാജേന്ദ്രനുമാണ് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുള്ളത് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടൻ ആരാണ്? മമ്മൂട്ടി. ചിത്രം ബ്രഹ്മയുഗം. മികച്ച നടി ഷംല ഹംസ. ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച സംവിധായകൻ ചിദംബരം. മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രം പ്രേമലു. മികച്ച സ്വഭാവ നടൻ ആരാണ്? 2 പേരുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിന് സൗബിൻ ഷാഹിറിനും ബ്രഹ്മയുഗം എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിന് സിദ്ധാർത്ഥ ഭരതനും ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മികച്ച സ്വഭാവ നടിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ലിജോമോൾ ജോസിനെയാണ്. നടന്ന സംഭവം എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് ഈ ഒരു പുരസ്കാരം. അതുപോലെ മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചലച്ചിത്രത്തിലാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം. ചിത്രം ബൊഗെയിൻ വില്ല. മികച്ച പിന്നണി ഗായകൻ KS ഹരിശങ്കർ. ചിത്രം ARM. മികച്ച പിന്നണി ഗായിക സെബ ടോമി. ചിത്രം മികച്ച ഗാനരചയിതാവ് ഹിരൺദാസ് മുരളി. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. പ്രത്യേക ജൂറി പരാമർശം ടൊവിനോ തോമസ് ARM, ആസിഫ് അലി കിഷ്കിന്ത കാണ്ഡം, ജ്യോതിർമയി ബൊഗെയിൻ വില്ല, ദർശന രാജേന്ദ്രൻ പാരഡൈസ്. ഓക്കെ, ഓർത്തുവെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, US നഗരമായ മിസൗറി സിറ്റിയുടെ മേയറായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? റോബിൻ ഇലക്കാട്ട്. ഓക്കെ, ഓർത്തുവെക്കുക. US നഗരമായ മിസൗറി സിറ്റിയുടെ മേയറായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് റോബിൻ ഇലക്കാട്ട്. നെക്സ്റ്റ്, വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങളിലും അതായത് സുഗോയ് 30 MKI, റഫാൽ എന്നീ 2 യുദ്ധവിമാനങ്ങളിലും പറന്ന ആദ്യ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണെന്ന് ഓർത്തുവെക്കുക. വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങളിലും അതായത് സുഗോയ് 30 MKI, റഫാൽ എന്നീ 2 യുദ്ധവിമാനങ്ങളിലും പറന്ന ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏക വനിതാ റഫാൽ പൈലറ്റ് ആരാണ്? ശിവാംഗി സിംഗ്. ഓക്കെ, ഓർത്തുവെക്കുക. ഇന്ത്യയിലെ ഏക വനിതാ റഫാൽ പൈലറ്റ് ആണ് ശിവാംഗി സിംഗ്. നെക്സ്റ്റ്, 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ്?
ഇന്ത്യ. ഓക്കെ, ഓർത്തു വെക്കുക. 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. ആദ്യമായാണ് ഇന്ത്യൻ വനിതാ ടീം ഒരു ഏകദിന ലോകകപ്പ് കിരീടം നേടുന്നത് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് ആദ്യമായാണ് ഇങ്ങനൊരു നേട്ടം കൈവരിക്കാൻ ആകുന്നത് എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ആദ്യമായാണ് ഇന്ത്യൻ വനിതാ ടീം ഒരു ഏകദിന ലോകകപ്പ് കിരീടം നേടുന്നത്. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ദക്ഷിണാഫ്രിക്കയെയാണ് പരാജയപ്പെടുത്തിയത്. 52 റൺസിനാണ് പരാജയപ്പെടുത്തിയത് എന്നുകൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ്, വനിതാ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺ ചേസിംഗ് വിജയം സ്വന്തമാക്കിയ ടീം ഏതാണ്? അതും ഇന്ത്യ തന്നെയാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, വനിതാ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺ ചേസിംഗ് വിജയം സ്വന്തമാക്കിയ ടീമാണ് ഇന്ത്യ. നെക്സ്റ്റ്, ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായ ലോറ വോൾവാർത്താണ്. ഓക്കെ, ഓർത്തുവെക്കുക. ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായ ലോറ വോൾവാർത്താണ്. 571 റൺസ് സ്വന്തമാക്കിയാണ് ലോറ വോൾവാർത്ത് ഈ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുകൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഹരിയാന വനിതാ കമ്മീഷന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഷെഫാലി വർമ്മ. ഹരിയാന വനിതാ കമ്മീഷന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ഷെഫാലി വർമ്മ. നെക്സ്റ്റ്, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയ ട്രിപ്പിൾ ജമ്പ് താരം ആരാണ്? എൽദോസ് പൂൾ. ഓക്കെ, ഓർത്തുവെക്കുക. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് 2025 നേടിയ ട്രിപ്പിൾ ജമ്പ് താരം ആരാണ്? എൽദോസ് പോൾ ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, വേൾഡ് കാലിഗ്രാഫി അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? നാരായണ ഭട്ടതിരിയാണ്. ഓക്കെ, വേൾഡ് കാലിഗ്രാഫി അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ ഇന്ത്യക്കാരനാണ് നാരായണ ഭട്ടതിരി. നെക്സ്റ്റ്, ലോകത്തെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? അയോധ്യയിലെ സരയൂ നദീതീരത്താണെന്ന് ഓർത്തുവെക്കുക. ലോകത്തെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? അയോധ്യയിലെ സരയൂ നദീതീരത്താണെന്ന് ഓർത്തുവെക്കുക. ഇത് അയോധ്യയിലെ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി 2025 ഒക്ടോബറിലാണ് തുറന്നത്. ഓക്കെ, ഓർത്തുവെക്കുക. രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളുടെ 50ലധികം 3D ലൈറ്റ് ഇഫക്റ്റുള്ള മെഴുകു പ്രതിമകളാണ് ഈ ഒരു വാക്സ് മ്യൂസിയത്തിൽ ഉള്ളത് എന്നുകൂടി ഓർത്തുവെക്കുക. അപ്പൊ ലോകത്തെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? അയോധ്യയിലെ സരയൂ നദീതീരത്താണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 26 ലക്ഷം ചിരാതുകൾ തെളിച്ച് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഉത്തർപ്രദേശിലെ സ്ഥലം ഏതാണ്? അയോധ്യയാണ്. ഓക്കെ, 26 ലക്ഷം ചിരാതുകൾ തെളിച്ച് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഉത്തർപ്രദേശിലെ സ്ഥലം ഏതാണ്? അയോധ്യയാണെന്ന് ഓർത്തുവെക്കുക. വിളക്കുകൾ തെളിച്ച റെക്കോർഡിന് പുറമെ 2128 പേർ ചേർന്ന് ഒരേ സമയം മഹാ ആരതി ഒഴിഞ്ഞതിനും അയോധ്യയ്ക്ക് പുതിയ ഗിന്നസ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. ഓക്കെ, 26 ലക്ഷം ചിരാതുകൾ തെളിച്ച് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഉത്തർപ്രദേശിലെ സ്ഥലമാണ് അയോധ്യ. ഇതോടൊപ്പം അയോധ്യയ്ക്ക് മറ്റൊരു റെക്കോർഡ് കൂടി ലഭിച്ചിട്ടുണ്ട്. എന്താണത്? 2128 പേർ ചേർന്ന് ഒരേ സമയം മഹാ ആരതി ഒഴിഞ്ഞതിനും അയോധ്യയ്ക്ക് ഒരു ഗിന്നസ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കർണാടകയിലെ മൈസൂരുവിലാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് കർണാടകയിലെ മൈസൂരുവിലാണ്. ഇന്ത്യയിലെ പട്ടിന്റെ ചരിത്രവും കൊക്കൂൺ മുതൽ പട്ടുവസ്ത്രം തയ്യാറാക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയയും ഈ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കും. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് കർണാടകയിലെ മൈസൂരുവിലാണ്. ഇന്ത്യയിലെ പട്ടിന്റെ ചരിത്രവും അതുപോലെ കൊക്കൂൺ മുതൽ പട്ടുവസ്ത്രം തയ്യാറാക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയയും ഈ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കും. നെക്സ്റ്റ്, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയ മേഘാലയൻ ബാറ്റർ ആരാണ്?
ആകാശ് കുമാർ ചൗധരി. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയ മേഘാലയൻ ബാറ്ററാണ് ആകാശ് കുമാർ ചൗധരി. 11 പന്തിലാണ് അദ്ദേഹം 50 റൺസ് അല്ലെങ്കിൽ അർദ്ധ സെഞ്ചുറി എന്ന നേട്ടം കൈവരിച്ചത്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി അഥവാ 50 റൺസ് നേടിയ മേഘാലയൻ ബാറ്ററാണ് ആകാശ് കുമാർ ചൗധരി. 11 പന്തിലാണ് ആകാശ് കുമാർ ചൗധരി 50 റൺസ് നേടിയിട്ടുള്ളത് അല്ലെങ്കിൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ ഭൂഗർഭജല തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നത് ഏത് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ്? ആൻസർ ഫോർട്ട് കൊച്ചി വൈപ്പിൻ. ഓക്കെ, ഓർത്തു വെക്കുക. കേരളത്തിലെ ആദ്യ ഭൂഗർഭജല തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നത് ഏത് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ്? ഫോർട്ട് കൊച്ചി വൈപ്പിൻ. ഏകദേശം 2.75 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു പാത യാഥാർത്ഥ്യമാവുന്നതോടെ ഫോർട്ട് കൊച്ചിയും വൈപ്പിനും തമ്മിലുള്ള ദൂരം 16 കിലോമീറ്ററിൽ നിന്നും വെറും 3 കിലോമീറ്ററായി കുറയും. ഓക്കെ, ഓർത്തു വെക്കുക. അതുപോലെ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ KRail-ആണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തു വെക്കുക. അപ്പൊ കേരളത്തിലെ ആദ്യ ഭൂഗർഭജല തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നത് ഏത് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ്? ഫോർട്ട് കൊച്ചി വൈപ്പിൻ. ഓർത്തു വെക്കുക. 2.75 കിലോമീറ്റർ ആണ് ഈ ഒരു തുരങ്കപാതയുടെ നീളം. ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ ഫോർട്ട് കൊച്ചിയും വൈപ്പിനും തമ്മിലുള്ള ദൂരം 16 കിലോമീറ്ററിൽ നിന്നും വെറും 3 കിലോമീറ്ററായി കുറയും എന്ന് ഓർത്തു വെക്കുക. പദ്ധതിയുടെ നിർമ്മാണ ചുമതല ആർക്കാണ്? KRail-നാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്താണ് കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്ത് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്കും മറ്റ് അയൽക്കാരുടെയും വളണ്ടിയർമാരുടെയും സഹായം ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്ന സേവനത്തിന് പണത്തിന് പകരം സമയം പ്രതിഫലമായി നൽകുന്ന ഒരു രീതിയാണ് ഈ ടൈം ബാങ്ക് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ ഒരു രോഗിയെ പരിചരിക്കാൻ 1 മണിക്കൂർ ചെലവഴിച്ചാൽ ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ 1 മണിക്കൂർ ക്രെഡിറ്റായി ലഭിക്കും. ഓക്കെ, ഭാവിയിൽ ആ ഒരു വ്യക്തിക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റായ സമയം ഉപയോഗിച്ച് മറ്റൊരാളുടെ സേവനം തേടുകയും ചെയ്യാം. ഇതാണ് ഈ ഒരു പദ്ധതിയുടെ സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടൈം ബാങ്ക് പദ്ധതി കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്താണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, OpenAI പുറത്തിറക്കിയ പുതിയ വെബ് ബ്രൗസർ ഏതാണ്? അറ്റ്ലസ്. ഓക്കെ, ഓർത്തുവെക്കുക. OpenAI പുറത്തിറക്കിയ പുതിയ വെബ് ബ്രൗസറാണ് അറ്റ്ലസ്. നെക്സ്റ്റ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ ചരിത്ര നേട്ടമുണ്ടാക്കിയ ഗൂഗിളിന്റെ ക്വാണ്ടം ചിപ്പ് ഏതാണ്? വില്ലോ ചിപ്പ്. ഓക്കെ, ഓർത്തുവെക്കുക. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ ചരിത്ര നേട്ടമുണ്ടാക്കിയ ഗൂഗിളിന്റെ ക്വാണ്ടം ചിപ്പാണ് വില്ലോ. നെക്സ്റ്റ്, ഇംഗ്ലീഷ് ഫുട്ബോൾ ഇതിഹാസവും മുൻ ക്യാപ്റ്റനുമായ ഡേവിഡ് ബെക്കാമിന് ലഭിച്ച ബ്രിട്ടീഷ് പരമോന്നത ബഹുമതി ഏതാണ്? നൈറ്റ്ഹുഡ് അഥവാ സർ പദവി. ഓക്കെ, ഓർത്തുവെക്കുക. ഇംഗ്ലീഷ് ഫുട്ബോൾ ഇതിഹാസവും മുൻ ക്യാപ്റ്റനുമായ ഡേവിഡ് ബെക്കാമിന് ലഭിച്ച ബ്രിട്ടീഷ് പരമോന്നത ബഹുമതിയാണ് നൈറ്റ്ഹുഡ് അഥവാ സർ പദവി. നെക്സ്റ്റ്, യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച 2ാമത്തെ ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തർപ്രദേശിലെ ലക്നൌ ആണെന്ന് ഓർത്തുവെക്കുക. യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച 2ാമത്തെ ഇന്ത്യൻ നഗരമാണ് ഉത്തർപ്രദേശിലെ ലക്നൌ. അപ്പൊ ഈ ഒരു പദവി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? ഹൈദരാബാദ് ആണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച 2ാമത്തെ ഇന്ത്യൻ നഗരമാണ് ലക്നൌ. ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പദവി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് ഹൈദരാബാദ് എന്നുകൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് X-59 ജെറ്റ് വിജയകരമായി പരീക്ഷിച്ചത് ഏത് ബഹിരാകാശ ഏജൻസിയാണ്? നാസ. ഓക്കെ, ഓർത്തുവെക്കുക. ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് X-59 ജെറ്റ് വിജയകരമായി പരീക്ഷിച്ചത് ഏത് ബഹിരാകാശ ഏജൻസിയാണ്? ആൻസർ വരുന്നത് നാസ. നെക്സ്റ്റ്, ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച സർവേ കപ്പൽ ഏതാണ്? INS ഇക്ഷക്. ഓക്കെ, ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച സർവേ കപ്പലാണ് INS ഇക്ഷക്. നെക്സ്റ്റ്, സൈനിക സേവനങ്ങളിൽ നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഉതകുന്ന വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? CMS
3. ഓക്കെ, ഓർത്തുവെക്കുക. സൈനിക സേവനങ്ങളിൽ നിർണായക വിവരങ്ങൾ പങ്കുവെക്കാൻ ഉതകുന്ന വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? CMS-3 ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, ഓർത്തുവെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ്, ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനായ വ്യക്തി ആരാണ്? സൊഹ്റാൻ ക്വാമെ മംദാനി. ഓക്കെ, ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനായ വ്യക്തിയാണ് സൊഹ്റാൻ ക്വാമെ മംദാനി. ന്യൂയോർക്ക് നഗര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും ആര് തന്നെയാണ്? സൊഹ്റാൻ ക്വാമെ മംദാനിയാണെന്ന് ഇതോടൊപ്പം ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ചൈന വികസിപ്പിച്ച ലോകത്തെ ഏറ്റവും വേഗമേറിയ ഹൈസ്പീഡ് ട്രെയിനിന്റെ പേര് എന്താണ്? CR-450. ഓക്കെ, ഓർത്തുവെക്കുക. ചൈന വികസിപ്പിച്ച ലോകത്തെ ഏറ്റവും വേഗമേറിയ ഹൈസ്പീഡ് ട്രെയിനിന്റെ പേരാണ് CR-450. നെക്സ്റ്റ്, 2020 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി എന്ന റെക്കോർഡ് അടുത്തിടെ നേടിയത് ആരാണ്? വൈഭവ് സൂര്യവംശി. 2020 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി എന്ന റെക്കോർഡ് അടുത്തിടെ നേടിയത് വൈഭവ് സൂര്യവംശിയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ കായിക സംഘടന ഏതാണ്? ഫിഫയാണ്. ഓക്കെ, ഓർത്തുവെക്കുക. ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ കായിക സംഘടനയാണ് ഫിഫ. നെക്സ്റ്റ്, കടിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന അബദാനി കൊമ്പൻ തവളയെ അടുത്തിടെ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഒക്കെ, ഓർത്തുവെക്കുക. കടിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന അബദാനി കൊമ്പൻ എന്നറിയപ്പെടുന്ന തവളയെ അടുത്തിടെ കണ്ടെത്തിയ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. നെക്സ്റ്റ്, അപകടവേളയിൽ പ്രതിരോധം എന്ന നിലയിൽ വിചിത്രമായ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഇരുനിറത്തവളയെ കണ്ടെത്തിയത് കേരളത്തിലെ ഏത് വനത്തിൽ നിന്നാണ്? പാലക്കാട് ജില്ലയിലെ ശിരുവാണി വനത്തിലാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപകടവേളയിൽ പ്രതിരോധം എന്ന നിലയിൽ വിചിത്രമായ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഇരുനിറത്തവളയെ കണ്ടെത്തിയത് കേരളത്തിലെ ഏത് വനത്തിൽ നിന്നാണ്? പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശിരുവാണി വനത്തിൽ നിന്നാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, രാജ്യത്തെ പ്രഥമ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയം ആണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, രാജ്യത്തെ പ്രഥമ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയം ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 16ാമത് പുരുഷ വനിതാ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് 2026 സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നെതർലാൻഡ്സ്, ബെൽജിയം. ഒക്കെ, ഓർത്തുവെക്കുക. 16ാമത് പുരുഷ വനിതാ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് 2026 സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളാണ് നെതർലാൻഡ്സ്, ബെൽജിയം എന്നിവ. നെക്സ്റ്റ്, 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് ഏതാണ്? കുറസാവോ. ഒക്കെ, ഓർത്തുവെക്കുക. 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് കുറസാവയാണെന്ന് ഓർത്തുവെക്കുക. ഏകദേശം 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിൽ മാത്രമാണ് ഈ ഒരു കരീബിയൻ ദ്വീപ് രാഷ്ട്രത്തിലെ ജനസംഖ്യ എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. ഓക്കെ, അപ്പൊ 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് ഏതാണ്? കുറസാവയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന 24ാമത് ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന 24ാമത് ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണെന്ന് ഓർത്തുവെക്കുക. 10 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. അതിൽ 6 സ്വർണം, 3 വെള്ളി, 1 വെങ്കലം എന്നിങ്ങനെയാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പൊ ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന 24ാമത് ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. ഇന്ത്യക്ക് 10 മെഡലുകളാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 6 സ്വർണം, 3 വെള്ളി, 1 വെങ്കലം ഓർത്തുവെക്കുക. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ടെന്നീസ് ഇതിഹാസം ആരാണ്? റോജർ ഫെഡറർ. ഓക്കെ, ഓർത്തുവെക്കുക. അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ
ടെന്നീസ് ഇതിഹാസമാണ് റോജർ ഫെഡറർ. നെക്സ്റ്റ്, പ്രഥമ വനിതാ ബ്ലൈൻഡ് 2020 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ രാജ്യം ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, ഓർത്തു വെക്കുക. പ്രഥമ വനിതാ ബ്ലൈൻഡ് 2020 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ രാജ്യമാണ് ഇന്ത്യ. നെക്സ്റ്റ്, അടുത്തിടെ പുരുഷ ഏകദിന ക്രിക്കറ്റ് ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം ആരാണ്? രോഹിത് ശർമ്മ. അടുത്തിടെ പുരുഷ ഏകദിന ക്രിക്കറ്റ് ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. നെക്സ്റ്റ്, ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? രോഹിത് ശർമ്മ. ഓക്കെ, ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹിത് ശർമ്മ. നെക്സ്റ്റ്, 34ാമത് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ബാഡ്മിന്റൺ കിരീടം 2025 നേടിയ ഇന്ത്യൻ താരം ആരാണ്? ലക്ഷ്യ സെൻ ആണെന്ന് ഓർത്തുവെക്കുക. 34ാമത് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ബാഡ്മിന്റൺ കിരീടം 2025 നേടിയ ഇന്ത്യൻ താരമാണ് ലക്ഷ്യ സെൻ. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും ചെറിയ മൈക്ര AV ലീഡ്ലെസ് പേസ് മേക്കർ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ നടത്തിയ ആദ്യ സർക്കാർ മെഡിക്കൽ കോളേജ് ഏതാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ചെറിയ മൈക്ര AV ലീഡ്ലെസ് പേസ് മേക്കർ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ നടത്തിയ ആദ്യ സർക്കാർ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഹൃദയമിടിപ്പ് കുറയുന്ന രോഗികൾക്ക് നെഞ്ചിൽ ശസ്ത്രക്രിയ നടത്തി പേസ് മേക്കർ ഘടിപ്പിക്കുന്ന പരമ്പരാഗത രീതിക്ക് പകരമായി കാലിലെ ഞരമ്പിലൂടെ കടത്തിവിടുന്ന ഈ ഒരു അത്യാധുനിക ഉപകരണം ഹൃദയത്തിനുള്ളിൽ നേരിട്ടാണ് സ്ഥാപിക്കുന്നത്. ഓക്കെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം നടത്തിയ ഈ ഒരു നേട്ടം സർക്കാർ ആരോഗ്യ മേഖലയിലെ വലിയൊരു നാഴികക്കല്ലാണെന്ന് കൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പൊ ലോകത്തിലെ ഏറ്റവും ചെറിയ മൈക്ര AV ലീഡ്ലെസ് പേസ് മേക്കർ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ നടത്തിയ ആദ്യ സർക്കാർ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, കേന്ദ്ര പ്രതിരോധ ഗവേഷണ കേന്ദ്രമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO സമുദ്ര പര്യവേഷണ കേന്ദ്രം തുടങ്ങുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിലാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, കേന്ദ്ര പ്രതിരോധ ഗവേഷണ കേന്ദ്രമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO സമുദ്ര പര്യവേഷണ കേന്ദ്രം തുടങ്ങുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിലാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ. 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് വേദിയായ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. നെക്സ്റ്റ്, 2025 നവംബറിൽ നടന്ന 30ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയായ COP30യുടെ വേദി എവിടെയാണ്? ബ്രസീലിലെ ബെലേമിലാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, 2025 നവംബറിൽ നടന്ന 30ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയായ COP30യുടെ വേദി ബ്രസീലിലെ ബെലേം ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനങ്ങളുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനങ്ങളുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ്, ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റംസാറിൽ ഇടം പിടിച്ച ബീഹാറിലെ തടാകം ഏതാണ്? ഗോഗാബിൽ തടാകം. ഓക്കെ, ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റംസാറിൽ ഇടം പിടിച്ച ബീഹാറിലെ തടാകമാണ് ഗോഗാബിൽ തടാകം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് തടാകം കൂടിയാണ് ഗോഗാബിൽ തടാകം എന്നുകൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 20ാമത് G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണെന്ന് ഓർത്തുവെക്കുക. 2025 20ാമത് G20 ഉച്ചകോടിയുടെ വേദിയാണ് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ്. നെക്സ്റ്റ്, ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ ഈ വർഷത്തെ അവാർഡ് നേടിയത് ആരാണ്? കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും പ്രശസ്ത വാദ്യകലാകാരനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ ഈ വർഷത്തെ അവാർഡ് നേടിയത് ആരാണ്? കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും പ്രശസ്ത വാദ്യകലാകാരനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണെന്ന് ഓർത്തുവെക്കുക. കഥകളി പ്രസ്ഥാനത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ ഈ വർഷത്തെ അവാർഡ് നേടിയത് ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണെന്ന് ഓർത്തുവെക്കുക.
നെക്സ്റ്റ്, ചിലിയുടെ ആദ്യ വനിതാ പ്രസിഡന്റും UN മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ മുൻ മേധാവിയുമായ വ്യക്തിക്ക് 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചു. ആരാണ് ആ വ്യക്തി? മിഷേൽ ബാച്ലെ. ഓർത്തു വെക്കുക. ചിലിയുടെ ആദ്യ വനിതാ പ്രസിഡന്റും UN മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ മുൻ മേധാവിയുമായ വ്യക്തിക്കാണ് 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചത്. ആ വ്യക്തിയുടെ പേരാണ് മിഷേൽ ബാച്ലെ. ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ശബ്ദത്തിലൂടെ സംവദിക്കാൻ കഴിയുന്ന ലോകത്തിലെ ആദ്യത്തെ സ്പീച്ച് ടു സ്പീച്ച് AI മോഡലായ ലൂണ AI വികസിപ്പിച്ചത് ആരാണ്? സ്പാർഷ് അഗർവാൾ. ഓർത്തു വെക്കുക. ശബ്ദത്തിലൂടെ സംവദിക്കാൻ കഴിയുന്ന ലോകത്തിലെ ആദ്യത്തെ സ്പീച്ച് ടു സ്പീച്ച് AI മോഡലായ ലൂണ AI വികസിപ്പിച്ചത് സ്പാർഷ് അഗർവാൾ ആണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച ബോളിവുഡിലെ ഹീമാൻ എന്നറിയപ്പെട്ടിരുന്ന ഇതിഹാസ താരം ആരാണ്? ധർമ്മേന്ദ്ര. ഓർത്തു വെക്കുക. അടുത്തിടെ അന്തരിച്ച ബോളിവുഡിലെ ഹീമാൻ എന്നറിയപ്പെട്ടിരുന്ന ഇതിഹാസ താരമാണ് ധർമ്മേന്ദ്ര. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് ധരം സിംഗ് ഡിയോൾ. ധർമ്മേന്ദ്രയുടെ യഥാർത്ഥ പേരാണ് ധരം സിംഗ് ഡിയോൾ. 2025 നവംബർ 24 അദ്ദേഹം അന്തരിച്ചത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തു വെക്കുക. അടുത്തിടെ അന്തരിച്ച ബോളിവുഡിലെ ഹീമാൻ എന്നറിയപ്പെട്ടിരുന്ന ഇതിഹാസ താരമാണ് ധർമ്മേന്ദ്ര. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? ധരം സിംഗ് ഡിയോൾ എന്നാണ്. 2025 നവംബർ 24 ധർമ്മേന്ദ്ര അന്തരിച്ചത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തു വെക്കുക. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച അരയാലുകളുടെ അമ്മ, വൃക്ഷമാതെ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കർണാടകയിൽ നിന്നുള്ള പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? സാലു മരദ തിമ്മക്ക. ഓർത്തു വെക്കുക. അടുത്തിടെ അന്തരിച്ച അരയാലുകളുടെ അമ്മ, വൃക്ഷമാതെ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കർണാടകയിൽ നിന്നുള്ള പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയാണ് സാലു മരദ തിമ്മക്ക. 2025 നവംബർ 14 സാലു മരദ തിമ്മക്ക അന്തരിച്ചത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച ഊർജരംഗത്തെ പ്രഗത്ഭ ശാസ്ത്രജ്ഞനും കേരളത്തിലെ എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ സ്ഥാപക ഡയറക്ടറുമായിരുന്ന വ്യക്തി ആരാണ്? പ്രൊഫസർ VK ദാമോദരൻ. ഓർത്തുവെക്കുക. അടുത്തിടെ അന്തരിച്ച ഊർജരംഗത്തെ പ്രഗത്ഭ ശാസ്ത്രജ്ഞനും കേരളത്തിലെ എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ സ്ഥാപക ഡയറക്ടറുമായിരുന്ന വ്യക്തി ആരാണ്? പ്രൊഫസർ VK ദാമോദരൻ. 2025 നവംബർ 15 പ്രൊഫസർ VK ദാമോദരൻ അന്തരിച്ചത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക.